റിയാദ് സൂയിലാണ് വന്നത്. നല്ല വെയിലുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ റിയാദ് സൂ എന്നൊരു സൈൻ ബോർഡ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തോ നോക്കിക്കോളൂ. വെള്ളം പന്ന വെള്ളത്തിലാണോ കുളിക്കുന്നേന്നോ? അല്ല, കല്യാണി അത് കൊത്തുവന്ന്. എടുക്കില്ല, നടക്കണം. അയ്യോ, ഞാൻ വിചാരിച്ചത് കൊത്താൻ വരുവാണെന്ന്. കല്ലു വേണ്ട, കല്ലു അടുത്ത് പോണ്ട. കല്ലു അറിയില്ല. കല്യാണി അകത്ത് കയറിയപ്പോൾ മുതൽ എനിക്ക് ഐസ്ക്രീം വേണം എന്നുള്ള ബഹളമായിരുന്നു. നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞു കല്ലു വീട്ടിൽ പോകുമ്പോഴത്തേക്ക് മേടിച്ച് തരാന്നൊക്കെ. ആളെന്ന് കേൾക്കാന്. അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അങ്ങനെ അടുത്ത് കാണാനേ പറ്റിയില്ലായിരുന്നു. ഇപ്രാവശ്യം ആദ്യം വീടുണ്ട്. ഇല്ല, ഒരെണ്ണം രണ്ടെണ്ണോട് കിടപ്പുണ്ട്. അതാണ്ട് അവിടെയൊക്കെ ഉണ്ട്, കണ്ടോ? നോക്കതാ കല്ലു, നോക്ക്. കല്ലു ഇങ്ങനെ കൈ വെച്ച് നോക്കിയാൽ മതി, അപ്പൊ കാണാം. ഇതെന്താ സീലോ? ഇവിടെ കാണുന്നതിനെ കുറിച്ചെല്ലാം ഒരു വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, പേരും ഓരോ സ്പീഷ്യസിന്റെയും ഡീറ്റെയിൽസ് ഓരോ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരും വിവരണങ്ങളും എല്ലാം അടങ്ങിയത്. കല്ലൂടെ നിന്നേ, പുല്ലിട്ട് എടുത്ത് അവിടെ നിന്നേ. അത് വരൂല്ല അങ്ങനെ, കുഞ്ഞാണെന്ന് തോന്നുന്നില്ലേ? അത് കളിക്കുക ആണോ? ഓ, ഇവിടെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു. അത് മൂന്നും കുഞ്ഞുങ്ങളാ, കുട്ടികളാണെന്ന് തോന്നുന്നു.
അത് കളിക്കോ കുഞ്ഞു ബേബിയ. ആള് ചോദിച്ചത് സിംഹം എന്തിനാ മണ്ണ് കഴിക്കുന്നേന്ന്. ആള് വിചാരിച്ചത് ചീറ്റയല്ല സിംഹമാണെന്ന്. അയ്യോ അതെന്താ? അത് ചെമ്മരിയാടാ സംഭവമാണോ? ആണോ? അതോ ഇതെന്താ സാധനം? എന്റെ പേരെന്താ? ഇതാ ഒന്നൊന്നിന് കൊമ്പുണ്ടാ. എല്ലാരും ഉച്ചമയക്കത്തില്ല. ഉറങ്ങുവോ? എല്ലാരും ക്ഷീണം തീർക്കോ? ഉറങ്ങാൻ കിടക്കുവോ? അങ്ങ് കുഞ്ഞുങ്ങളുണ്ട്. ബേബി ടു ബേബീസ് ഉണ്ട് ഇവിടെ. ഇവിടെ ഇരിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വെയിലായതുകൊണ്ട് പൊള്ളിന്ന്. നിറയെ കിളികളുടെ ശബ്ദം കേൾക്കാം. നടക്കാൻ കുറച്ചേറെയുണ്ട്. ഏറ്റവും മനോഹരമായി തോന്നിയത് നമ്മൾ നടക്കുമ്പോഴെല്ലാം ചുറ്റിനും കിളികളുടെ ശബ്ദമായിരിക്കും. ഇവിടെയൊന്നും ഇല്ല, കാണാൻ പറ്റിയില്ല. ആള് കൂട്ടിലാണെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ കണ്ടില്ല. ചെറിയ നിറയെ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭംഗിയാണ്. ഈ പ്രശ്നം വന്നപ്പോൾ ഒറ്റ ആരാണ് കുട്ടികൾക്ക്. കഴിഞ്ഞ പ്രശ്നം വന്നപ്പം ഒരു ചെറുതും 2-3 വലിയ ആനകളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഉള്ളിൽ കാണും. നല്ല ഭംഗിയായിട്ടൊരു വെള്ളച്ചാട്ടം. അതിൻ്റെ സൗണ്ട്. പപ്പ റെസ്റ്റ് ആയിരുന്നു, മോള് കളി. ആഫ്രിക്കൻ എലിഫൻറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം ഹാബിറ്റ്സ് 60-70. ഇവിടെ നടക്കാൻ ഏറ്റവും രസം. നിറയെ കിളികളുടെ ശബ്ദം കേൾക്കാം. ആളിവിടെ ഇരിപ്പുണ്ട്. എലിയാ? ഇത്രയും വലിയ എലിയോ? നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ സ്വന്തമായി ഭയങ്കര ചൂട് കിടപ്പുണ്ടായിരുന്നു. എനിക്കിപ്പോൾ വെയിലല്ലേ, ചൂട്. വെള്ളം ദേ ഇവിടെ.
ഒരു പ്രാവിൻ കൂട്. ഇവിടെ വലിയ വരയാട്. ഞാൻ ചുമ്മാ എനിക്ക് വായി തോന്നുന്ന ഓരോ പേരുകൾ പറയുന്നതാണെന്ന് തോന്നുന്നു. മിക്കതിൻ്റെയും പേരുകൾ തെറ്റായിരുന്നു. ഈ സാധനല്ലേ വരയാട്? ഇതാണ്ടാ വെള്ള സാധനല്ലേ വരയാട്? मॉडर्न कैसे ले ഹായ് തീർന്നു. ആ വെള്ളത്തിൽ കിടപ്പുണ്ട്. അതെ ഇതെന്താ ആണോ? ഞാൻ മുതലാണെന്ന് വിചാരിച്ചു. സിംഹൻ ചേട്ടൻ കിടന്ന് ഉറക്കുകയാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ കണ്ടില്ല. കല്യാണി പപ്പേന്റെ മണ്ടയ്ക്കിരുന്ന് കാണാ. അയ്യോ മറ്റേനെ കാണാൻ ശരിക്കും. വൈറ്റ് എന്താ വൈറ്റ് ടൈഗറാണോ? വെള്ള ആണോ? അവിടെ രണ്ടുപേര് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അടിപൊളി. എന്തായാലും എനിക്ക് ലയണേയും ടൈഗറിനെയും കണ്ടാൽ തിരിച്ചറിയില്ലെന്ന് മനസ്സിലായി. ഇത് ഇവിടെയാണ് വൈറ്റ് ലയൺ, ഇതാണ് വൈറ്റ് ലയൺ. നോക്കുന്നു മനു ദേ ഒരാൾ ഉറങ്ങുന്നു. നോ 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 അത് ഉറങ്ങട്ടെ. കാട്ടിലെ രാജാവാ. ചാടി വന്നു. നമ്മൾ ഉറങ്ങുമ്പോ കല്ലു നെയിം പറ. كم 1 year 2 years 5 years صغير ما شاء الله beside Liam all sleep അവളുടെ സൗണ്ട് കേട്ട് എത്തിയത്. നല്ല വലിപ്പമുണ്ടല്ലേ? തിരിച്ചു വരുമോ? വരുമായിരിക്കും ഇല്ലേ? മങ്കി വരുന്നുണ്ട്. അയ്യോ അത് അങ്ങോട്ട് പോയി. നമ്മളിതിലെയൊക്കെയോ വന്നു. ഇവിടെ പുലി, വൈറ്റ് ടൈഗർ. ഒരാളിങ്ങോട്ട് വന്നിരുന്നെങ്കിൽ കാണാമായിരുന്നു. Very dangerous place. അവൾ ഗ്ലാസിൻ്റെ അടുത്ത് പോയി പണ്ട്. നമ്മൾ ഓടി തളരണ്ട. ഇതിന്റെ പെട്ടാല് അവിടെ നിന്ന് കൊടുക്കുക. വെറുതെ ഇതിനെ ഓടി ക്ഷീണിക്കുന്നത്. കാരണം ഇത് പിടിക്കുന്നത് ഉറപ്പാണ്. നമ്മളെത്ര ശരിക്കും ഈ ഹൈറ്റൊക്കെ ഇത് വലിങ്ങേറില്ലേ? നല്ല രസമുള്ളൊരു വെള്ളച്ചാട്ടം അല്ലേ? നല്ല ഭംഗിയുണ്ട്. ഇവിടെ ടൈഗറിന്റെ ഫീഡിങ് ടൈം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ കാണിച്ച് ബോറടിപ്പിക്കാതെ അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ബൈ.
Huh?